ഖാനയിൽ അരങ്ങേറിയ വേൾഡ് കപ്പിലെ ഫൈനൽ പോരാട്ടം. കണക്ക് പുസ്തകത്തിൽ അർജന്റീനയേക്കാൾ മുന്നിൽ ജർമ്മനി തന്നെയായിരുന്നു. പ്രവചനങ്ങളും ജർമ്മനിക്കൊപ്പമായിരുന്നു. പക്ഷേ അർജന്റീന ആരാധകരുടെ വിശ്വാസം മുഴുവൻ എത്തിക്കൊണ്ട് ആ മത്സരം വന്നെത്തി. ജർമ്മനിക്കായി ഗോൾ കീപ്പറായി മാനുവൽ ന്യൂയറും പ്രതിരോധ നിരയിൽ ലഹീമും ബോട്ടിങ്ങും ഹമ്മിൽസും ഹോയ്വേർഡ്സും ക്രാമറും സിക്കിംഗ് ടൈഗറും മുള്ളറും ടോണി ക്രൂസും ഒസിലും ക്ലോസും അടങ്ങിയ ഒരു താരസമ്പന്നമായ നിരയാണ് അർജന്റീനയെ നേരിടാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത്. ജർമ്മനിയുടെ പരിശീലകനായിക്കൊണ്ട് ജോക്കിംഗ് ലോയുമാണ്. അതേസമയം അർജന്റീനക്കായി സെർജിയോ റൊമേറോ ഗോൾ കീപ്പറായി അണിനിരന്നു. പ്രതിരോധ നിരയിൽ പബ്ലോ സെബല്ലാറ്റയും ഡെമിക്കേൽസും ഗരേയും മാർക്കസ് റോഹയും, ഡിഫൻസീവ് മിഡ്ഫീൽഡറായിക്കൊണ്ട് ഹാവിയർ മഷ്കരാനയും ബിഗ്ലെയും, മുന്നേറ്റ നിരയിൽ ലിയണൽ മെസ്സി, ലെവസി, എക്സിക്കൽ പെരസ് എന്നിവരായിരുന്നു. മുന്നേറ്റ നിരയിൽ സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ ഹ്യൂഗോ ഇഗ്ഗേനും. അങ്ങനെ താരസമ്പന്നമായ നിരയുമായി അർജന്റീന ഉടനെ ജർമ്മനി ലോങ് ബോളുകൾക്ക് പ്രഹരണമേൽപ്പിച്ചപ്പോൾ ഒരു ഭാഗത്ത് ലിയണൽ മെസ്സിയുടെ ബ്ലോക്കാണ് അവിടെ ജർമ്മനിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. മത്സരത്തിന്റെ 20-ാം മിനിറ്റ് ജർമ്മനിയുടെ ഡിഫൻസിന്റെ പിഴവ് നേരെ ഹിഗ്വൈനിലേക്കാണ് എത്തിയത്. ഗോൾ കീപ്പർ ന്യൂയർ മാത്രം. എന്നാൽ ഇതാ അവസരം. ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ഹിഗ്വൈൻ നഷ്ടപ്പെടുത്തി കളയുന്നു. മത്സരത്തിന്റെ 27-ാം മിനിറ്റിൽ ജർമ്മനിയുടെ തുറന്ന അവസരം വീണ്ടും റൊമേറോ രക്ഷക്കെത്തുന്നു. ഓഫ് സൈഡ് സ്റ്റേഡിയം ഒന്നടക്കം കുലുങ്ങി. പക്ഷേ റഫറിയുടെ ഓഫ് സൈഡ്. ഫുട്ബോൾ ലോകം ഒന്നടക്കം ആഘോഷിച്ചെങ്കിലും കൃത്യമായ 2-ാം മിനിറ്റിൽ വീണ്ടും ജർമ്മനിയുടെ മനോഹരമായ മുന്നേറ്റങ്ങൾ. ഇത്തവണയെല്ലാം സെർജിയോ അവസരമാണ് വെന്നു വീണത്. പക്ഷേ വീണ്ടും റഫറിയുടെ ഓഫ് സൈഡ് വീഴി. ഇത്തവണ രക്ഷയായത് അർജന്റീനക്കായിരുന്നു. ഭാഗ്യം കൊണ്ടും ഇരു ടീമുകളുടെയും ഗോളില്ലാത്ത ആദ്യ പകുതി. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ലെവസിക്ക് പകരം പരിശീലകനായ സെബെല്ലെ അർജന്റീനയുടെ സൂപ്പർ താരമായ അഗ്യൂറോയെ കളത്തിലേക്ക് വിട്ടു. മത്സരത്തിന്റെ 2-ാം പകുതിയിൽ അർജന്റീനയുടെ ടച്ചോടുകൂടി മത്സരം ആരംഭിച്ചു. തുടക്കത്തിൽ തന്നെ മനോഹരമായൊരു മുന്നേറ്റം കണ്ടെങ്കിലും തൊട്ടുരുമ്മിയാണ് പോക്കരമായ ഷോട്ടാണ് പോസ്റ്റിൽ നിന്നും കർവ് ചെയ്ത് പന്ത് പുറത്തു പോയത്. മത്സരത്തിന്റെ 55-ാം മിനിറ്റിൽ വീണ്ടും മനോഹരമായ മുന്നേറ്റം കണ്ടെങ്കിലും ന്യൂയർ രക്ഷക്കെത്തുകയായിരുന്നു. അർജന്റീന താരങ്ങളും സ്റ്റേഡിയവും ഒന്നടക്കം പെനാൽറ്റിക്കായി വാദിച്ചെങ്കിലും റഫറി പെനാൽറ്റി നൽകിയില്ല. അത് ന്യൂയർക്ക് അഡ്വാൻറ്റേജ് ആയിരുന്നു. വീണ്ടും മത്സരത്തിന്റെ 58-ാം മിനിറ്റിൽ ജർമ്മനിയുടെ തുടരെയുള്ള മുന്നേറ്റങ്ങൾ കണ്ടെങ്കിലും ഒറ്റൊന്നും കണക്ട് ചെയ്യാൻ ജർമ്മനി താരങ്ങൾക്ക് സാധിച്ചില്ല. മത്സരത്തിന്റെ 62-ാം മിനിറ്റിൽ മധ്യനിരയിൽ നിന്നും ഹാവിയർ മഷ്കരാനോ സൂപ്പർ താരത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. അതിന് യെല്ലോ കാർഡ് കാണുകയും ചെയ്തു. അർജന്റീനയുടെ തുടരെയുള്ള മുന്നേറ്റങ്ങൾക്ക് പക്ഷേ അവസാനം പോസ്റ്റിനെ കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. മെസ്സി മാത്രം ഉണ്ടാക്കിയെടുത്ത മനോഹരമായ 3 മുന്നേറ്റങ്ങൾ എന്തുകൊണ്ട് ഗോളായില്ലെന്ന ചോദ്യമായിരുന്നു ആരാധകർക്ക് മുന്നിൽ. അങ്ങനെ മത്സരത്തിന്റെ 77-ാം മിനിറ്റിൽ ജർമ്മനിക്ക് വീണ്ടും മുന്നിലെത്താനുള്ള തട്ടിമുട്ടിയുള്ള ഒരു സുവർണ അവസരം. പക്ഷേ അതും ഒടുവിൽ റൊമേറോയുടെ കൈകളിലേക്ക്. മത്സരത്തിന്റെ 73-ാം മിനിറ്റിൽ മെസ്സിയുടെ ഒറ്റക്കുള്ളൊരു മുന്നേറ്റം. ഒടുവിൽ പോസ്റ്റിന്റെ പുറത്തു നിന്നും ഒരു കർവിംഗ് ഷോട്ടിന് ശ്രമിച്ചെങ്കിലും പക്ഷേ പോസ്റ്റുമായി ഏറെ വ്യത്യാസത്തിലാണ് പന്ത് പുറത്തു പോയത്. മത്സരത്തിന്റെ 9-ാം മിനിറ്റിൽ ഹിഗ്വൈൻ പരിശീലകൻ പിൻവലിക്കുന്നു. മത്സരത്തിൽ ഹിഗ്വൈന് 2 തുറന്ന അവസരങ്ങളാണ് ലഭിച്ചത്. പക്ഷേ രണ്ടും ഓൺ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ താരത്തിന് സാധിച്ചില്ല. മത്സരത്തിന്റെ 79-ാം മിനിറ്റിൽ ഗോൾ നിറച്ചൊരു സുവർണാവസരമാണ് ജർമ്മനിയെ തേടിയെത്തിയത്. പക്ഷേ ഇത്തവണ മനോഹരമായ ഷോട്ട് തീർത്തെങ്കിലും പോസ്റ്റിന്റെ ടാർഗറ്റ് കാണാൻ താരത്തിന് സാധിച്ചില്ല. ടോണി ക്രൂസ് ആയിരുന്നു ഷോട്ട് എടുത്തത്. മത്സരത്തിന്റെ 63-ാം മിനിറ്റിൽ വീണ്ടും മെസ്സി ഉണ്ടാക്കിയെടുത്ത മറ്റൊരു മനോഹര മുന്നേറ്റവും കണക്ട് ചെയ്യാതെ പോകുന്നു. മത്സരത്തിന്റെ 85-ാം മിനിറ്റ് പോസ്റ്റിന് തൊട്ടുപുറത്തു നിന്നും ലിയണൽ മെസ്സിയോ ഗോഡ്സെ വരുന്നു. വിജയികളെ തീരുമാനിക്കാനുള്ള 90 മിനിറ്റുകൾക്കു ശേഷം മത്സരത്തിന്റെ 4 മിനിറ്റ് അഡീഷണൽ ടൈമിൽ മെസ്സിയുടെ മനോഹരമായ ത്രൂ ബോൾ വരുന്നു. പക്ഷേ വീണ്ടും മുന്നേറ്റ നിരയിൽ കണക്ട് ചെയ്യാൻ ആളില്ലാതെ പോകുന്നു. അടുത്തിടെ ജർമ്മനിയുടെ മനോഹരമായ അറ്റംപ്റ്റ് കണ്ടെങ്കിലും പന്ത് റൊമേറോയുടെ കൈകളിൽ ഭദ്രം. അങ്ങനെ വിജയികളെ നിശ്ചയിക്കാനുള്ള 90 മിനിറ്റുകൾക്ക് അന്ത്യം. ഇനി വിജയിയെ തീരുമാനിക്കാനുള്ള 30 മിനിറ്റാണ് ലോകം കാത്തിരിക്കുന്നത്. ജർമ്മനിയുടെ തുടരെയുള്ള മുന്നേറ്റങ്ങൾക്ക് സെർജിയോ റൊമേറോയുടെ നീണ്ട കൈകൾ വീണ്ടും സഹായത്തിനെത്തുന്നു. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ വീണ്ടും അർജന്റീനക്ക് തുറന്ന അവസരം. മെസ്സി നീട്ടിയെടുത്ത പന്ത് പലാസിയോയിലേക്ക്. ഡിഫൻഡർമാരെ ഒറ്റ ടച്ചിൽ എല്ലാവരെയും ബീറ്റ് ചെയ്തു. മുന്നിൽ ന്യൂയർ മാത്രം. ഒരു തുറന്ന അവസരം. പക്ഷേ ന്യൂയർക്ക് മുകളിലൂടെ പന്തിനെ ചിപ്പ് ചെയ്ത് ഗോൾ വലയിൽ എത്തിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ വീണ്ടും അർജന്റീനക്ക് ആ തുറന്ന അവസരം നഷ്ടമാകുന്നു.
ലോകം ജയിക്കാനുള്ള അവസാന മിനിറ്റിലെ മികച്ച അവസരമായിരുന്നു. പക്ഷേ അത് നഷ്ടപ്പെടുത്തി കഴിയുന്നു. ടൈം ക്ലോക്കിൽ 105 മിനിറ്റും പിന്നിട്ടു. ഇനി വിജയികളെ തീരുമാനിക്കാനുള്ള ബാക്കിയുള്ളത് 15 മിനിറ്റ്. അങ്ങനെ അധികം വിധിച്ച രണ്ടാം പകുതി അർജന്റീനയുടെ ടച്ചോട് കൂടി തുടങ്ങും. മത്സരത്തിന്റെ 113 മിനിറ്റ് ജർമ്മനി താരം സ്ക്രൂയി നൽകിയ ഒരു മനോഹരമായ ചിപ്പിംഗ് ബോൾ അർജന്റീനയുടെ പോസ്റ്റിനകത്ത് മരിയ ഗോഡ്സെ കളത്തിലിറങ്ങിക്കൊണ്ട് 20 മിനിറ്റ് ആവുമ്പോഴേക്കും ഇതാ ഗോഡ്സെ ഗോൾ വല ചലിപ്പിച്ചിരിക്കുന്നു. നിർഭാഗ്യം വീണ്ടും മറ്റൊരു അധ്യായത്തിൽ കൂടി അർജന്റീനക്കൊപ്പം വേട്ടയാടുന്നു. അങ്ങനെ മത്സരത്തിൻ്റെ 115 മിനിറ്റിൽ വീണ്ടും അർജന്റീനക്കുള്ള തുറന്ന അവസരങ്ങൾ ലഭിക്കുന്നു. പക്ഷേ ഇത്തവണയും കാവൽ മാലാഖയായി ന്യൂ ഇയർ ജർമ്മനിയുടെ രക്ഷാവേശം അവതരിക്കുന്നു. മത്സരത്തിൻ്റെ 117 മിനിറ്റിൽ ഉയരമില്ലാത്ത മെസ്സി ഒരു ഹെഡർ ശ്രമത്തിലൂടെ ഗോൾ വല ചലിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇത്തവണയും ലക്ഷ്യം കാണുന്നില്ല. മത്സരത്തിൻ്റെ 118 മിനിറ്റിൽ വീണ്ടും ജർമ്മനിയുടെ മനോഹരമായ മുന്നേറ്റം കണ്ടെങ്കിലും ഇത്തവണയും കണക്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ടൈം ക്ലോക്കിൽ 119 മിനിറ്റും അവസാനിച്ചു. മത്സരത്തിൻ്റെ 120 മിനിറ്റിൽ മെസ്സിയെ ഫൗൾ ചെയ്തതിന് അർജന്റീനക്ക് അനുകൂലമായ ഫ്രീ കിക്ക്. പക്ഷേ ഫ്രീ കിക്കിന് ആ രാജകുമാരനെ വിജയിപ്പിക്കാനുള്ള ദുതുണ്ടായിരുന്നില്ല. അങ്ങനെ മത്സരത്തിൻ്റെ 120 മിനിറ്റും എക്സ്ട്രാ ടൈമും അവസാനിച്ചു. ജർമ്മനി ലോക ജേതാക്കളാകുന്നു. വീണ്ടും ആ 10-ാം നമ്പറുകാരൻ തല താഴ്ത്തി മടങ്ങുന്നു. ഇത്തവണയിൽ വിജയിക്കാനുള്ള യോഗ്യം മറക്കാനയിലുണ്ടായില്ല. അർജന്റീന ഇടമുണ്ട്. ഇന്നത്തെ ഖത്തർ കിരീട നേട്ടത്തിലും അർജന്റീന ആരാധകർക്ക് ആ 14-ലെ രാത്രി മറക്കാനാകില്ല.